നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൽ പലവിധ പാരലൽ യൂണിവേഴ്സുകളുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഉള്ള ആൾക്കാർക്ക് പലപ്പോഴും യൂട്യൂബിലുള്ള എല്ലാവരെയും അറിയണമെന്നില്ല. അതുപോലെ ഈ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലുമുള്ള ആൾക്കാർക്ക് പലപ്പോഴും ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്ന ആൾക്കാരെ അറിയണമെന്നില്ല. അപ്പം നമ്മളൊക്കെ പലപ്പോഴും ഇവിടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പലവിധ പാരലൽ യൂണിവേഴ്സുകളിലൂടെയാണ്. ഓരോ യൂണിവേഴ്സിലും ഓരോരോ സൂപ്പർ സ്റ്റാറുകളും ഓരോരോ സെലിബ്രിറ്റികളും ഒക്കെ ഉണ്ട്. ഇവരെ മറ്റൊരാൾക്ക് അറിയണമെന്നൊന്നുമില്ല. പലപ്പോഴും ഇവിടെയൊക്കെ നടക്കുന്ന ചർച്ചകൾ പലതായിരിക്കും. ഇപ്പം ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിൽ ചിലപ്പം കത്തി നിൽക്കുന്ന ഒരു വിഷയം ഒരു മുഖ്യധാര മാധ്യമങ്ങളിലെ ഒരാൾ ചിലപ്പം അറിയണം എന്ന് പോലുമില്ല. എന്നാൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ പാരലൽ വേൾഡുകളിലും ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും നമ്മുടെ ഫേസ്ബുക്കിലായാലും മുഖ്യധാരാ മാധ്യമങ്ങളിലായാലും ത്രെഡിലായാലും ഒരേ വിഷയം ചർച്ച ചെയ്തു. അത് മറ്റൊന്നുമല്ല, ആസിഫ് അലി എന്ന് പറയുന്ന മലയാളിയുടെ ഏറെ പ്രിയപ്പെട്ട നടനെ സംഗീത സംവിധായകൻ ശ്രീ രമേശ് നാരായണൻ അധിക്ഷേപിച്ച ഒരു സന്ദർഭം നമ്മുടെ മുന്നിലേക്ക് എത്തി. ആ വിഷയത്തിൽ നമ്മൾ പരിപൂർണമായും ആസിഫ് അലിക്ക് പിന്തുണ കൊടുത്തു. എൻ്റെ അഭിപ്രായം ചോദിച്ചാൽ ആ അഖിലേട്ടൻ ആർക്കൊപ്പമാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ 100% ആ വീഡിയോ കണ്ടതിൽ നിന്ന് വ്യക്തമാകുന്നത് ആസിഫ് അലി എന്ന് പറയുന്ന യുവ